വന്നിട്ട് ആദ്യമായിട്ടൊന്ന് കടലിൽ ഇറങ്ങാൻ പോകട്ടോ. കടലിനെ തൊടാൻ പോവാണേ. ഇവിടുന്ന് ഈ ഭാഗത്ത് സീ ടർട്ടിലൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് നോക്കിയത്. പെരട്ടോ എന്താ അറിയോ, അങ്ങനെ കോറല് ഈ പഴപ്പുറ്റെന്ന് അറിയില്ലേ, അതിൽ തന്നെ ഡെഡായിട്ട് കിടക്കുന്ന പീസുകളാണ് ഈ സാധനം. ഇതൊക്കെ തൊടാൻ പാടില്ല, ജസ്റ്റ് നോക്കണോണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും. ഇവിടുത്തെ റൂൾസ് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ മാൽഡീവ്സ് പോലുള്ള രാജ്യങ്ങളിൽ അവിടുന്ന് ഇത് കണ്ടില്ലേ, ഇതത് ചെറിയൊരു ഷെല്ല് പോലും എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ വഴിക്ക് എയർപോർട്ടിൽ നിന്ന് അവർ പിടിക്കും, അവർ ഫൈൻ ഇടും. നല്ലൊരു വഴിക്കൽ കിട്ടി, ഭാഗ്യം. അതൊക്കെ നല്ല വഴിക്കല. എന്തുണ്ടെന്നാ കോറൽ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ ഡെഡായിട്ടുള്ളതാണ്. കോറൽസ് ഉണ്ട് കേട്ടോ. എല്ലാം ഡെഡായി പോയതാണ്. ഇതിനകത്തൊക്കെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ആ ഹോള് അതിലുണ്ട്, അതിലെന്തൊക്കെയോ ജീവികൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഫീഡിങ് കൊടുക്കുന്നുണ്ട് ഇവിടെ കുറിച്ചുകേടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെയിട്ട് ബുദ്ധിമുട്ടാക്കണ പോലെ തോന്നി. ഞാൻ കാണുമ്പോൾ അവിടെ ആരുണ്ട്, പിന്നെ പുറത്തൊക്കെ ആൾക്കാർ കൂടി ചുറ്റിൽ നിന്ന് ഫീഡിങ് കൊടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റി തോന്നുന്നുണ്ട് സ്ഥിരം. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തെളിവ് വരുന്നത്, കയറി വരുന്നത് ആൾക്കൊക്കെ. അപ്പോൾ ഇവർ അവിടുന്ന് ആൾക്കൊക്കെ കളക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അയാളോട് എന്നിട്ട് കയ്യിലുള്ള തരവെച്ചപ്പോൾ 500 LKR ചോദിച്ചു. 500 രൂപ കൊടുത്തു. ഓരോ കാശുണ്ടാക്കുക, ഓരോ വഴികൾ.
നല്ല വൈകി നമ്മൾ വന്ന് 5:30 നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ 6 മണിയാകുമ്പോഴത്തേനും അസ്തമിക്കുന്നുണ്ട്. നമ്മൾ ഈ സൈഡ് തന്നെ അല്ലേ താഴോട്ട്. ഇവിടെ എല്ലാ കോറൽസും എല്ലാം ഉണ്ട്. എന്തായാലും പോവാം. ഡൈവിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാം നാളെ.